അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആ പാവപ്പെട്ട യുവാവ് ഫജ്ർ നമസ്കരിക്കാൻ പോയി. ദശലക്ഷക്കണക്കിന് ആളുകളെ ഞെട്ടിച്ച ഒരു വലിയ അത്ഭുതം അവന് സംഭവിച്ചു. യാസർ പതിവ് പോലെ ഫജ്ർ നമസ്കരിക്കാൻ പുറപ്പെട്ടു. എന്നാൽ ഭാവനയ്ക്കപ്പുറമുള്ളൊരത്ഭുതം അവനെ കാത്തിരിക്കുന്നുണ്ടെന്ന് അവൻ അറിഞ്ഞില്ല. ആ രാത്രി അപ്രതീക്ഷിതമായ ഒന്ന് സംഭവിച്ചു. പിന്നീട് സംഭവിച്ചത് കെട്ടുകഥയേക്കാൾ വിചിത്രമായിരുന്നു. സർവശക്തനായ അല്ലാഹുവിന് സ്തുതി. എന്നാൽ ആരംഭിക്കുന്നതിനു മുമ്പ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കമന്റുകളിൽ സ്വലാത്ത് ചൊല്ലുക. കാരണം നന്മയിലേക്ക് നയിക്കുന്നവൻ അത് ചെയ്യുന്നവനെ പോലെയാണ്. തീർച്ചയായും സർവശക്തനായ അല്ലാഹു തന്റെ ദാസന്മാരുടെ മേൽ ചുമത്തിയ ഏറ്റവും നിർബന്ധമായ കടമകളിലൊന്നാണ് നമസ്കാരം. നമസ്കാരം മതത്തിന്റെ നെടുംതൂണാണ്. അത് ദാസനും അവന്റെ രക്ഷിതാവും തമ്മിലുള്ള ബന്ധമാണ്. അന്ത്യനാളിൽ ഒരു ദാസൻ ആദ്യമായി കണക്ക് ബോധിപ്പിക്കപ്പെടുന്ന കാര്യമാണത്. അത് ശരിയായാൽ അവന്റെ മറ്റു കർമ്മങ്ങളും ശരിയാകും. അത് മോശമായാൽ അവന്റെ എല്ലാ കർമ്മങ്ങളും മോശമാകും. നമസ്കാരം നിർവഹിക്കുന്നത് വിശ്വാസവും മാർഗദർശനവുമാണ്. അതുപേക്ഷിക്കുന്നത് അവിശ്വാസവും വഴികേടുമാണ്. ആരെങ്കിലും അത് കാത്തുസൂക്ഷിച്ചാൽ അവന്റെ ഹൃദയത്തിലും മുഖത്തും ഖബറിലും ഉയർത്തെഴുന്നേൽപ്പിലും പ്രകാശമുണ്ടാകും. അവന് അന്ത്യനാളിൽ രക്ഷ നൽകപ്പെടും. എന്നാൽ ആരെങ്കിലും അത് കാത്തുസൂക്ഷിക്കുന്നില്ലെങ്കിൽ അവന് വിചാരണ ദിവസം പ്രകാശമോ തെളിവോ രക്ഷയോ ഉണ്ടായിരിക്കുന്നതല്ല. ഫജ്ർ നമസ്കാരം കൃത്യമായി നിർവഹിച്ചിരുന്ന ആ പാവപ്പെട്ട യുവാവിന്റെ ഈ അത്ഭുതകരമായ കഥയിൽ നമുക്കല്പസമയം ചെലവഴിക്കാം. അതുകൊണ്ട് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ നാം ഈ ആവേശകരമായ കഥ ആരംഭിക്കുന്നു. ഗ്രാമങ്ങളിലൊന്നിൽ യാസർ എന്ന പേരുള്ളൊരു യുവാവ് ജീവിച്ചിരുന്നു. അവന് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഒരു പാവപ്പെട്ട യുവാവായിരുന്നു. അവന് 5 സഹോദരിമാരുടെ ഉത്തരവാദിത്തമുണ്ടായിരുന്നു. അവനായിരുന്നു അവരുടെ ഏക ആശ്രയം. അവന്റെ പ്രയാസമേറിയ സാഹചര്യങ്ങൾക്കിടയിലും അവൻ ഫജ്ർ നമസ്കാരം ഒരിക്കലും ഒഴിവാക്കിയിരുന്നില്ല. എല്ലാ ദിവസവും അവൻ ഫജ്ർ നമസ്കരിക്കാൻ പോകുമായിരുന്നു. സർവശക്തനായ അല്ലാഹുവിനു മുന്നിൽ അവൻ സുജൂദ് ചെയ്യുമായിരുന്നു. തന്റെ സഹോദരിമാരെ വിവാഹം കഴിപ്പിച്ചയക്കാനും അവർക്ക് മാന്യമായൊരു ജീവിതം ഉറപ്പാക്കാനും അവൻ പ്രാർത്ഥിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ ഉപജീവനം നൽകാൻ അവൻ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി അപേക്ഷിച്ചു. എന്നാൽ വിധി അവനുവേണ്ടി വലിയൊരു അത്ഭുതം ഒരുക്കുകയായിരുന്നുവെന്ന് അവൻ അറിഞ്ഞില്ല. ഒരു ദിവസം യാസർ ഒരു വയലിൽ ജോലി ചെയ്യുകയായിരുന്നു. അവൻ അർഹമായ കൂലി നൽകാത്ത ഒരു അക്രമിയായ മനുഷ്യനു വേണ്ടിയായിരുന്നു അത്. യാസർ കൂടുതൽ അർഹിച്ചിരുന്നുവെങ്കിലും ഈ നീതികെട്ട മനുഷ്യൻ അവന്റെ വരുമാനത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നൽകിയിരുന്നത്. എങ്കിലും അവന്റെ കടുത്ത ആവശ്യം കാരണം അവൻ അതിനെതിരെ പ്രതിഷേധിക്കാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം യാസർ ആ അക്രമിയായ മനുഷ്യന്റെ അടുത്തുനിന്ന് അങ്ങേയറ്റം ദുഃഖിതനായാണ് മടങ്ങിയത്. വിഷമഭാരങ്ങളുമായി അവൻ വീട്ടിലേക്ക് നടന്നു. അവന്റെ സഹോദരിമാർ അവനോട് എന്തിനാണ് വിഷമിക്കുന്നത് എന്ന് ചോദിച്ചു. പക്ഷേ അവൻ സംസാരിക്കാൻ കൂട്ടായില്ല. അൽഹംദുലില്ലാ, അല്ലാഹുവിന് സ്തുതി എന്ന് മാത്രം പറഞ്ഞു. അവന്റെ സങ്കടത്തിനുള്ള കാരണമറിയാൻ അവർ നിർബന്ധിച്ചപ്പോൾ അവൻ ദേഷ്യപ്പെട്ടു. അവൻ അവരോട് പറഞ്ഞു, എന്നിൽ നിന്ന് മാറി നിൽക്കൂ, എന്നെ തനിച്ചുവിടൂ. അതിനുശേഷം അവൻ കടുത്ത മനോവിഷമത്തോടെ ഉറങ്ങാൻ കിടന്നു. എന്നാൽ ഉറങ്ങുന്നതിനു മുമ്പ് പതിവ് പോലെ അവൻ അല്ലാഹുവിലേക്ക് തിരിഞ്ഞു. അവൻ തീവ്രമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അല്ലാഹുവേ, എനിക്ക് ഫജ്ർ നമസ്കാരത്തിന്റെ അനുഗ്രഹം നൽകണമേ. അല്ലാഹുവേ, എന്റെ വിഷമങ്ങൾ അകറ്റണമേ. ഇവിടെ അത്ഭുതം ആരംഭിക്കുകയാണ്. ഫജ്ർ ബാങ്കിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് യാസർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. അവൻ വുളു എടുക്കാൻ പോയി. എന്നിട്ട് ഫജ്ർ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ വീട്ടിൽ നിന്നിറങ്ങി. നമസ്കാരത്തിനിടയിൽ അവൻ ദീർഘമായി സുജൂദ് ചെയ്തു. തന്റെ സഹോദരിമാർക്ക് വേണ്ടി ഉപജീവനം നൽകാൻ അവൻ സർവശക്തനായ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി അപേക്ഷിച്ചു. നമസ്കാരം പൂർത്തിയാക്കിയ ശേഷം അവൻ പള്ളിയിൽ നിന്നിറങ്ങിയത് ഒരു വലിയ അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കാനായിരുന്നു. സുബ്ഹാനല്ലാഹ്, പള്ളിക്ക് മുന്നിൽ ഒരു ആഡംബരക്കാർ പാർക്ക് ചെയ്യുന്ന ഒരാളെ കണ്ട് യാസർ അത്ഭുതപ്പെട്ടു. കാറുടമ അവനെ വിളിച്ചു, ഹേ മനുഷ്യ, ഇവിടേക്ക് വരൂ, എനിക്ക് നിന്നോട് സംസാരിക്കണം. ആ വാചകം യാസറിന്റെ ജിജ്ഞാസ ഉണർത്താൻ മതിയായിരുന്നു. ഈ നിമിഷം തന്റെ ജീവിതം മാറ്റിമറിക്കുമെന്നറിയാതെ അവൻ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ആ മനുഷ്യന്റെ അടുത്തേക്ക് നടന്നു. യാസർ അവനോട് ചോദിച്ചു, നിങ്ങൾക്കെന്നിൽ നിന്ന് എന്താണ് വേണ്ടത്? ആ മനുഷ്യൻ മറുപടി പറഞ്ഞു, ഞാൻ വയലിൽ ജോലി ചെയ്യാൻ തൊഴിലാളികളെ തിരയുകയാണ്. നിനക്കാരെങ്കിലും അറിയാമോ യുവാവേ? ഈ വാഗ്ദാനം തനിക്ക് വേണ്ടി പ്രത്യേകം അയച്ചതാണെന്ന് യാസറിന് തോന്നി. ആവേശത്തോടെ അവൻ മറുപടി നൽകി,
ഞാൻ വയലുകളിൽ ജോലി ചെയ്യുന്ന ആളാണ്. എനിക്ക് ഈ ജോലിയിൽ വൈദഗ്ധ്യമുണ്ട്. എന്നെക്കൂടെ കൊണ്ടുപോകൂ. യാസറിനെ അവൻ ഇഷ്ടപ്പെട്ടു. കാരണം അവനെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല മതിപ്പ് തോന്നി. അവന്റെ മുഖത്ത് നമസ്കാരത്തിന്റെ അടയാളങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം യാസറിനെ തന്റെ കാറിൽ കയറ്റി വയലിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അദ്ദേഹം അവനോട് പറഞ്ഞു, യുവാവേ, ഇതാണ് നീ ജോലി ചെയ്യാൻ പോകുന്ന വയൽ. യാസർ അത്യധികം സന്തോഷിച്ചു. അവൻ മറുപടി പറഞ്ഞു, ഞാൻ ഈ ജോലിക്കായി എന്റെ പരമാവധി പരിശ്രമിക്കും. ഞാൻ നിങ്ങൾക്കായി ഏറ്റവും മികച്ച രീതിയിൽ ജോലി പൂർത്തിയാക്കും. ആ ഭൂമി ഒരു വിചിത്രമായ രഹസ്യം മറച്ചുവെച്ചിരുന്നുവെന്ന് യാസർ അറിഞ്ഞില്ല. ദിവസങ്ങൾ കടന്നുപോയി. വിളവെടുപ്പ് കാലം വന്നപ്പോൾ ഏറ്റവും വലിയ ഞെട്ടൽ സംഭവിച്ചു. ആ ധനികൻ വിളകൾക്ക് മുന്നിൽ നിന്നു. താൻ കണ്ടത് വിശ്വസിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം പലവട്ടം കണ്ണുകൾ തിരുമി അത്ഭുതത്തോടെ പറഞ്ഞു, എന്താണിത്? ഇത് അവിശ്വസനീയമാണ്. ആ വർഷം ഭൂമി വളരെ വലിയ വിളവ് നൽകിയതായി ആ ധനികൻ കണ്ടെത്തി. അദ്ദേഹം അത്യധികം അത്ഭുതപ്പെട്ടു. യാസർ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയധികം അത്ഭുതപ്പെടുന്നത് സാർ? ആ മനുഷ്യൻ മറുപടി പറഞ്ഞു, ഇതാദ്യമായിട്ടാണ് ഭൂമി ഇത്രയധികം വിളവ് നൽകുന്നത്. യാസർ പ്രതികരിച്ചു, ഇത് അല്ലാഹുവിൽ നിന്നുള്ള ഉപജീവനമാണ്. അതുകൊണ്ട് അവനെ സ്തുതിക്കുക സാർ. ആ മനുഷ്യൻ പറഞ്ഞു, അൽഹംദുലില്ലാ, അല്ലാഹുവിന് സ്തുതി. എന്നാൽ എന്റെ ജീവിതത്തിൽ എത്രയധികം സമൃദ്ധമായ ഒരു വിളവെടുപ്പ് ഞാൻ കണ്ടിട്ടില്ല. ഇത് നിന്റെ ഉപജീവനമാണ്, ഓ നീതിമാനായ യുവാവേ. എന്നിട്ട് ആ ധനികൻ യാസറിനെ നോക്കി. അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വാക്കുകൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്റെ മകനെ, ഈ മുഴുവൻ വിളവും നിനക്കു കാരണമാണ്. ഞാൻ അത് നമുക്കിടയിൽ തുല്യമായി വിഭജിക്കും. പകുതി എന്റേതും മറ്റേ പകുതി നിന്റേതുമായിരിക്കും. താൻ കേട്ടത് ഉൾക്കൊള്ളാൻ കഴിയാതെ യാസർ തരിച്ചു നിന്നു. അവന് അത് താങ്ങാനായില്ല. അവൻ കരയാൻ തുടങ്ങി. ആ ധനികൻ ചോദിച്ചു, യാസർ, നീ എന്തിനാണ് കരയുന്നത്? യാസർ മറുപടി പറഞ്ഞു, ഞാൻ ഇതൊന്നും അർഹിക്കുന്നില്ല സർ. വിളവിന്റെ പകുതി ലഭിക്കാൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് എന്റെ കൂലി മാത്രം മതി. ആ നിമിഷം ആ മനുഷ്യൻ ഞെട്ടിക്കുന്നൊരു രഹസ്യം വെളിപ്പെടുത്തി. അത് സംഭാഷണത്തിന്റെ ഗതി പൂർണ്ണമായും മാറ്റിമറിച്ചു. ശാന്തമായ സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു, മകനെ, ഞാൻ ഈ വീട്ടിൽ തനിച്ചു താമസിക്കുന്ന ഒരു വൃദ്ധനാണ്. ഞാൻ മുമ്പ് വിവാഹിതനായിരുന്നു. പക്ഷേ എനിക്ക് കുട്ടികളുണ്ടാകുന്ന അനുഗ്രഹം ലഭിച്ചില്ല. എന്റെ ഭാര്യ കഴിഞ്ഞ വർഷം മരിച്ചുപോയി. എനിക്ക് നിന്നോടൊരു വാഗ്ദാനം വെക്കാനുണ്ട്. യാസർ ചോദിച്ചു, എന്താണ് ആ വാഗ്ദാനം സാർ? ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് നിന്നെ എന്റെ സ്വന്തം മകനായി കണക്കാക്കണം. നീ എന്നോടൊപ്പം താമസിക്കണം. യാസർ മറുപടി പറഞ്ഞു, സർ, ഞാൻ തനിച്ചല്ല. ഞാൻ എന്റെ 4 സഹോദരിമാരെ സംരക്ഷിക്കുന്നുണ്ട്. ആ മനുഷ്യൻ ചിരിച്ചു. അദ്ദേഹത്തിന്റെ മുഖത്ത് സന്തോഷവും ആനന്ദവും പ്രകടമായി. യാസർ അത്ഭുതപ്പെട്ടു. അവൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത് സർ? ആ മനുഷ്യൻ മറുപടി പറഞ്ഞു, സുബ്ഹാനല്ലാഹിൽ അലീം. സർവശക്തനായ അല്ലാഹുവിന് സ്തുതി. എല്ലാ ദിവസവും എന്റെ ഫജർ നമസ്കാരത്തിൽ ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എനിക്ക് നോക്കാനൊരു നല്ല മകനെയും 4 പെൺമക്കളെയും നൽകി അനുഗ്രഹിക്കണമേ എന്ന്. ഇന്ന് എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചിരിക്കുന്നു. താൻ കേട്ടത് യാസറിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ ആ വാഗ്ദാനം സ്വീകരിച്ചു. അവനും അവന്റെ സഹോദരിമാരും ആ മനുഷ്യന്റെ വില്ലയിലേക്ക് താമസം മാറി. അവരെല്ലാം ഒരുമിച്ച് താമസിച്ചു. അവനോട് വിശ്വസ്തത പുലർത്തി. യാസറിന്റെ എല്ലാ സഹോദരിമാരുടെയും വിവാഹം നടത്താനുള്ള ചുമതല ആ മനുഷ്യൻ ഏറ്റെടുത്തു. എന്നാൽ പിന്നീട് ആരും പ്രതീക്ഷിക്കാത്തൊരു തീരുമാനം അദ്ദേഹം എടുത്തു. തന്റെ എല്ലാ സമ്പത്തും സ്വത്തും യാസറിന്റെയും അവന്റെ സഹോദരിമാരുടെയും പേരിൽ കൈമാറ്റം ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. എങ്കിലും തന്റെ സ്വത്തുകൾ അവർക്ക് കൈമാറാനുള്ള തീരുമാനം ആ മനുഷ്യൻ യാസറിനെ അറിയിച്ചപ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞു. അവൻ പറഞ്ഞു, ദയവായി ഇത് ചെയ്യരുത് സാർ. നിങ്ങൾ ആരോഗ്യത്തോടെയും സുഖമായും ഇരിക്കണമെന്നു മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. യാസർ അത് സ്വീകരിക്കാൻ വിസമ്മതിച്ചു. എന്നാൽ ആ മനുഷ്യൻ നിർബന്ധിച്ചു. ഒടുവിൽ തന്റെ എല്ലാ സമ്പത്തും യാസറിനും അവന്റെ സഹോദരിമാർക്കും കൈമാറിയതിനു ശേഷവും യാസർ ആ മനുഷ്യന്റെ സമ്പത്ത് സംരക്ഷിക്കുന്നതിൽ ഉറച്ചുനിന്നു. എല്ലാം ലഭിച്ചിട്ടും യാസറും സഹോദരിമാരും ആ മനുഷ്യനോട് ആലോചിക്കാതെ അതിൻ്റെ ഒരു ഭാഗം പോലും ഉപയോഗിക്കാൻ വിസമ്മതിച്ചു. ആ സഹോദരങ്ങളെല്ലാം മതവിശ്വാസികളും ഉത്തമ സ്വഭാവമുള്ളവരുമായിരുന്നു. അതാ മനുഷ്യനെ വളരെയധികം സന്തോഷിപ്പിച്ചു. അവൻ അവരിൽ വലിയ സന്തോഷം കണ്ടെത്തി. അവർ അവനെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ചെയ്തു. ഈ കഥയിൽ നിന്നുള്ള പാഠം: ഫജ്ർ നമസ്കാരം ദുനിയാവിനേക്കാളും അതിലുള്ള എല്ലാറ്റിനേക്കാളും ഉത്തമമാണ്. കൃത്യസമയത്ത് ഫജ്ർ നമസ്കരിക്കുന്നതിൻ്റെ വലിയ അനുഗ്രഹങ്ങളിലൊന്ന് അത് സമൃദ്ധമായ ഉപജീവനം കൊണ്ടുവരും എന്നതാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവേ, എന്റെ സമുദായത്തിന് അവരുടെ പ്രഭാതങ്ങളിൽ നീ അനുഗ്രഹം ചൊരിയണമേ. ഫജ്ർ നമസ്കാരത്തിൽ സ്ഥിരത പുലർത്തുന്ന ദാസൻ
സർവശക്തനായ അല്ലാഹുവിൻ്റെ സംരക്ഷണത്തിലും ഉറപ്പിലുമാണ്. നമസ്കരിക്കുന്നവനെ ഉപദ്രവിക്കാൻ ആർക്കും അവകാശമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.